ഹലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ചന്ദ്ര ഇങ്ങനെ സുധിനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വന്നേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ ചന്ദ്രനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഒരു കതിർമണ്ഡപത്തിൽ വെച്ച് ഒരു പെണ്ണിനെ ഒരു കുടുംബത്തിനെയും കരയിപ്പിച്ചവനായവൻ. ഇവളുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും അവനില്ല. ഇവളുടെ മനസ്സ് വേദനിപ്പിച്ചതിന് ദൈവം നിന്ന് ശിക്ഷ നിന്നെ ഈ നിലയിലെത്തിച്ചത്. ഒരു പെണ്ണ് തന്നെ നിന്നെ വഴിയാധാരമാക്കില്ലടാ. ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കാൻ ഒരുക്കുകയാണെങ്കിൽ എന്നോടല്ല ഇവളോട് ചോദിക്കണമെന്ന് പറയാണ് കേട്ടോ രവീന്ദ്രൻ. അപ്പോൾ ചന്ദ്ര പറയാണ്, നിങ്ങൾ എന്തേ പറയുന്നത്? സുധി എന്തിനാ ഇവളോട് മാപ്പ് ചോദിക്കുന്നത്? എന്തിനാന്ന് നിനക്ക് ഞാൻ പറഞ്ഞേനോ? സോറി, കുടുംബത്തെ മൊത്തം വഞ്ചിച്ചവനായവൻ, ഇവ മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ ചന്ദ്ര പറയാണ്, ഞാൻ സമ്മതിക്കില്ല, അവൻ മാപ്പ് പറയാനൊന്നും ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അവനിവിടെ പ്രവേശനവും ഇല്ലയെന്ന്. അപ്പോൾ ചന്ദ്ര പെട്ടെന്ന് മുഖം തിരിച്ച് സുധീനെ നോക്കിയിട്ട് ആംഗ്യത്തിൽ മാപ്പ് പറയാൻ കാണിക്കുവാണ് കേട്ടോ. അപ്പോൾ സുധി അങ്ങനെ വന്നിട്ട് രേവതിനോട് മാപ്പ് പറയാണ്, നിങ്ങളോട് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കണം. ഇത് കേട്ട് ഒന്നും മിണ്ടാതെ എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ രേവതി. പെട്ടെന്ന് വീടിന് മുറ്റത്തേക്ക് കാർ ഓടിച്ചുകൊണ്ട് നമ്മുടെ സച്ചി വരികയാണ്. കാറിൽ നിന്ന് ഇറങ്ങുന്ന സച്ചിയെ കണ്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ. സുധീനെ കണ്ടതും സച്ചിയുടെ മനസ്സിലേക്ക് ദേഷ്യം ഇങ്ങനെ ഇരച്ച് കയറി വരുവാണ്. നേരെ കയറി വന്ന് സിറ്റൗട്ടിൽ നിൽക്കുന്ന സുധിയുടെ ഷർട്ടിന് കോളറിൽ പിടിച്ചിട്ട് വലിച്ച് ഇറക്കുവാണ് കേട്ടോ സച്ചി. എൻ്റെ അച്ഛനെ പറ്റിച്ച് കടന്നു കളഞ്ഞാൽ നിന്നെ ഞാൻ നോക്കിയിരിക്കായിരുന്നടാ. ഇങ്ങനെ പറഞ്ഞ് സുധീനെ തല്ലി അങ്ങോട്ട് പരുവത്തിലാക്കുവാണ് കേട്ടോ. പൊതിരെ തല്ലിക്കൊണ്ടിരിക്കുകയാണ് സച്ചി. ചന്ദ്ര തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചി അതൊന്നും വകവയ്ക്കാതെ തല്ലിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ചന്ദ്ര ഇങ്ങനെ പുറക്ക് നടന്ന് ഇങ്ങനെ മാറ്റേണ്ട, മോനെ സച്ചി തല്ലല്ലേടാ, സച്ചി തല്ലല്ലേ, അവനെ വിടടാ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സച്ചി അതൊന്നും കേൾക്കാതെ നിന്നെ ഞാൻ ഇന്ന് കൊല്ലടാന്ന് പറഞ്ഞ് ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്ര എല്ലാവരുടെ അടുത്തും പോയി പറയുന്നുണ്ട്, അവനെ തല്ലല്ലേന്ന് പറയാമെന്ന്. പക്ഷെ ആരും അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. രവീന്ദ്രനും രേവതിയും സച്ചിയുടെ തല്ല് നോക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ ഇരുന്ന് ഒരു ഫ്ലവർ വൈസ് എടുത്ത് സച്ചി സുധീൻ്റെ തലയിലേക്കിട്ട് അടിക്കാൻ നോക്കുമ്പോഴേക്കും ചന്ദ്ര ഇടയിൽ വന്നിട്ട് തടയുവാണ് കേട്ടോ. മോനെ തല്ലല്ലേ എന്ന് പറയാണ്. എന്നിട്ട് സച്ചി സുധീനെ നോക്കി പറയാണ്, നീ എൻ്റെ ജീവിതം കൂടി തുലച്ചില്ലടാ, എന്ന് നീ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിച്ചത് മൊത്തം ഞാനാ. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇവൻ ഈ വീട്ടിൽ കെട്ടിയത്? നാട്ടുകാർക്ക് മുമ്പിൽ നാണം കെട്ടുന്നത് മൊത്തം നിങ്ങൾ മാറുന്നു എത്ര പെട്ടെന്ന്. ഇവനെ ഞാൻ എന്ന് പറഞ്ഞ് വീണ്ടും തല്ലാട്ടെ. തല്ലി നേരെ സുധി വീഴുന്നത് നമ്മുടെ രേവതിയുടെ കാലത്തിലേക്കാണ്. എണീക്കിടാന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീപ്പിക്കുവാണ് കേട്ടോ സച്ചി സുധീനെ. അച്ഛനെ പറ്റിച്ച് നാട് വിടാനായിരുന്നോടാ നീ ഈ പണിയൊക്കെ ഒപ്പിച്ചത്, പറയടാ. അപ്പം ചന്ദ്ര സച്ചിയുടെ അടുത്ത് പറയണ, മോനെ തല്ലല്ലേടാ, അവൻ നിന്റെ ചേട്ടനാടാ. ചേട്ടനോ ഇവനോ? ഞാൻ എൻ്റെ പിടിവിട്ട് നിൽക്കാം, മുന്നിൽ വന്ന് അത് ഇത് പറയരുത് നിങ്ങൾ. ഇവൻ ചെയ്ത ദ്രോഹങ്ങളൊക്കെ മറന്നു നിങ്ങളെ. എൻ്റെ അച്ഛൻ സമ്പാദിച്ച പണം മുഴുവൻ പറ്റിച്ച് കടന്നു കളഞ്ഞവനെ ഇവൻ. അവളെ നോക്ക്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കരഞ്ഞുകൊണ്ട് അവൾ മണ്ഡപത്തിൽ നിന്നത്? അവൾ എന്ത് തെറ്റാണ് ഞങ്ങളോട് ചെയ്തത്? ഒടുക്കം അത് എൻ്റെ തലയിൽ കെട്ടിവെച്ച് എൻ്റെ ജീവിതം കൂടി തൊലച്ചു. ഇത് കേട്ടപ്പോൾ സങ്കടത്തോടെ നോക്കുവാണ് കേട്ടോ രേവതി. എടാ മോനെ, അവന് തെറ്റ് പറ്റിപ്പോയി, പക്ഷെ മനസ്സ് തകർന്ന അവനിവിടെ നിൽക്കുന്നത്. തെറ്റോ? അവന് ദൂരത്തടിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ പൈസ തികയാതെ വന്നപ്പോഴാണ് അവൻ ഇങ്ങോട്ടേക്ക് വന്നത്. നിനക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞ് വീണ്ടും തല്ലുവാൻ പോവാട്ടോ. അപ്പോൾ ചന്ദ്രൻ പറയാണ്, അവൻ ഇനി തല്ലിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവന് പറ്റിപ്പോയി. കറക്റ്റാ, തല്ലിയിട്ട് കാര്യമില്ല, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാ. സുധി, അച്ഛൻ നിനക്ക് പറഞ്ഞ പണത്തിലെ എൻ്റെ സ്റ്റേറ്റ് ഷെയർ ഉണ്ട്, അത് ഇങ്ങോട്ട് എടുക്ക്. അതെനിക്കിപ്പോൾ കിട്ടണം. അല്ല, അതിലൊരു പ്രശ്നമുണ്ടല്ലോ. കണക്ക് നോക്കിയാൽ ആ കാശ് മുഴുവൻ എനിക്ക് അവകാശപ്പെട്ടതല്ലേ? ഇവളെ കല്യാണം കഴിച്ചാൽ ഞാനല്ലേ? അപ്പോൾ ശരിക്കും ആ കാശിന് അവകാശം ഞാനാ. അപ്പോൾ രേവതി ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ നിൽക്കട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ പറയുകയാണ്, നിനക്കൊന്നും മനസ്സിലായില്ലല്ലേ? നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് 50 ലക്ഷം രൂപയാണ് അച്ഛന് ഇവനെ കൊടുത്തത്. അപ്പം ഞെട്ടിത്തെറിച്ച് എല്ലാവരും നോക്കണം കേട്ടോ രേവതി. സ്വന്തം അച്ഛൻ്റെ കയ്യിൽ നിന്ന് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീധനം കണക്ക് പറഞ്ഞ് വാങ്ങിച്ച മോനെ ഇവൻ. കൊടുക്കരുതെന്ന് 1000 വട്ടം ഞാൻ പറഞ്ഞു, കേട്ടില്ല. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ അച്ഛൻ ആ കാശ് കൊടുത്തത്. ഒടുക്കം എല്ലാവരും വഞ്ചിച്ചു അവൻ. ഇവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ലടാ അച്ഛനും നിനക്ക് കാശ് തന്നത്. ഇപ്പോൾ ഇവളെ കിട്ടിയതേ ഞാനാ, എൻ്റെ കാശ് കൊണ്ടെടുക്കടാ. അത് പിന്നെ എൻ്റെ കയ്യിൽ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയാണ്, മോനെ അവൻ്റെ കയ്യിൽ ഇപ്പോൾ കാശില്ല. കാശില്ലേ? ഓ, പുതിയ നാടകമല്ലേ? എനിക്ക് തരാനുള്ള കാശ് തന്നിട്ട് മതി നീ വീട്ടിൽ താമസിക്കുന്നത്. ഇറങ്ങട വെളിയിൽ. അപ്പോൾ ചന്ദ്ര പറയണേ, ഏടാ അവൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കടാ, വേറെ നിവൃത്തിയില്ല. എൻ്റെ കാശ് തരാതെ ഒരു നിമിഷം ഇനിവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് ഷർട്ടിൻ്റെ കോളർ പിടിച്ചിട്ട് സുധിനെ വലിച്ചഴിച്ച് പുറത്ത് കൊണ്ടുപോകാണ് കേട്ടോ. ചന്ദ്ര ഇപ്പോൾ കരഞ്ഞ് പറയുന്നുണ്ട്, നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്ന? സച്ചിനോട് വേണ്ടെന്ന് പറയുന്നുണ്ട് രവീന്ദ്രൻ്റെ അടുത്ത്. പക്ഷേ രവീന്ദ്രൻ ഇതൊന്നും കേൾക്കാതെ മിണ്ടാതെ നിൽക്കണം കേട്ടോ. സച്ചി വീണ്ടും സുധീനെ തല്ലി ഗേറ്റിന് പുറത്താക്കി ഗേറ്റ് താഴും താക്കോലിട്ട് പൂട്ടുവാണ്. സച്ചി പൂട്ടിലടാ അമ്മ, പൂട്ടിലെന്ന് പറയാന്നൊക്കെ പറഞ്ഞ് സുധി കരയുന്നുണ്ട് കേട്ടോ. ചന്ദ്രൻ പുറക്കെ നടന്ന് കരയുന്നുണ്ട്, പൂട്ടിലേടാന്നൊക്കെ. പക്ഷെ ഇതൊന്നും കേൾക്കാതെ നമ്മുടെ സച്ചി പൂട്ടുവാണ് കേട്ടോ.
ചന്ദ്രൻ നെഞ്ച് തകർന്ന് പുറകെ നടക്കുകയാണ്, മോനെ സച്ചി താക്കോല് താടാന്നൊക്കെ പറഞ്ഞിട്ട്. ചന്ദ്രൻ എന്നിട്ട് സുധീനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അമ്മ ഒന്ന് പറയാമേ, എന്നെ അകത്തേക്ക് കയറ്റാൻ പറയാമേ, ആൾക്കാരൊക്കെ കാണും അമ്മേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എങ്ങോട്ടേക്കെങ്കിലും പൊക്കോട്ടെ അമ്മേ, ഞാൻ എങ്ങോട്ടേക്ക് വരുന്നില്ല അമ്മേ, ഞാൻ എവിടെയെങ്കിലും പോയി മരിച്ചോളാം അമ്മേ. അപ്പോൾ ചന്ദ്രൻ പറയണം, മോനെ അങ്ങനെയൊന്നും പറയില്ല, ഞാൻ താക്കോലെടുത്തിട്ട് വരാം, നീ പോവല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നീ പോവലേടാ അമ്മ ദേ വരുന്നു, ഞാൻ ദേ വരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് സങ്കടം വരും കേട്ടോ. ചന്ദ്രയുടെ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും, കാരണം അത്രക്ക് അലറി നെഞ്ച് പൊട്ടി തകർന്നാണ് കേട്ടോ ചന്ദ്ര കരയുന്നത്. രവിയേട്ടാ, സുധി നമ്മുടെ മോനല്ലേ, അവൻ റോഡിൽ നിൽക്കാൻ സച്ചിനോട് പറ, അവനെ അകത്തേക്ക് കയറ്റാൻ പറ. എന്നിട്ട് രേവതിയുടെ അടുത്ത് ചെല്ലാൻ കേട്ടോ. അവത് ചെയ്ത് തെറ്റിന് നിന്നോട് മാപ്പ് പറഞ്ഞില്ലേ, ഒന്ന് സച്ചിനോട് പറഞ്ഞൂടെ. അപ്പോൾ രേവതി പറഞ്ഞു, ഞാൻ എന്ത് പറയാനാ, ഞാൻ പറഞ്ഞാലേ കേൾക്കുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് രേവതി അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കണമെങ്കിൽ ദേഷ്യം കടിച്ചമർത്തി ഇങ്ങനെ ബെഡിലിരിക്കുന്ന സച്ചിനെയാണ് കേട്ടോ. ചന്ദ്രൻ ഇങ്ങനെ ഒരു രക്ഷയില്ലാതെ ഓടി സച്ചി ബെഡ്റൂമിൻ്റെ വാതിക്കലേക്ക് വന്നിട്ട് വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. മോനെ തുറക്കടാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ സച്ചി തുറക്കുന്നില്ല കേട്ടോ. സുധിക്കൊരു തെറ്റ് പറ്റിപ്പോയതാടാ, നീ ഒന്ന് വാതിൽ തുറക്കടാ, അവനിത് ചെയ്യാൻ പാടില്ലായിരുന്നു, നിനക്ക് അവനോടൊന്ന് ക്ഷമിച്ചൂടെ, വാതിൽ തുറക്കടാ. എടാ, അവന് പോകാൻ ഒരു ഇടയില്ല, അവൻ എന്തെങ്കിലും കടുകയും ചെയ്യും മോനെ സച്ചി എന്ന് പറഞ്ഞ് അലറി വിളിക്കുവാണ് കേട്ടോ ചന്ദ്ര. മോനെ, അവൻ നിനക്ക് പണം തിരികെ തരും, എന്നെ കരുതിയെങ്കിലും ഒന്ന് തുറന്നു വിടടാ അവനെന്ന് പറയാണ് കേട്ടോ. സച്ചി ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് കേട്ടോ. മോനെ സച്ചി എന്ന് പറഞ്ഞിങ്ങനെ നെഞ്ച് പൊട്ടി കരയാണ് കേട്ടോ ചന്ദ്ര. ഇതിനിടയിൽ കൂടെ ചന്ദ്ര ഇങ്ങനെ പറയാണ്, മോനെ സച്ചി, അമ്മയാടാ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ സച്ചിനെ തിരിഞ്ഞു നോക്കണം കേട്ടോ, കാരണം സച്ചി കേൾക്കാൻ കൊതിച്ചൊരു വാക്കാണ് അമ്മയാടാന്നുള്ള രീതിയിൽ. അപ്പോൾ സച്ചി ഇങ്ങനെ സങ്കടത്തോടെയും സങ്കടമാണെന്നൊന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ ചന്ദ്രയുടെ വാക്കുകൾ എന്നെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. വീണ്ടും ചന്ദ്ര പറയുന്നുണ്ട്, നിൻ്റെ അമ്മയാടാ പറയുന്നത് സച്ചി, വാതിൽ തുറക്കടാന്ന് പറഞ്ഞ് ഇങ്ങനെ കരയാണ് കേട്ടോ. സച്ചിക്ക് അത് കേട്ടിട്ട് സങ്കടം വന്നിട്ട് സഹിക്കുന്നില്ല കേട്ടോ. അങ്ങനെ അമ്മയാടാ എന്നുള്ള ആ ഒരു വാക്ക് സച്ചിയുടെ നെഞ്ച് തകർക്കുകയാണ്. സച്ചി പെട്ടെന്ന് ഇങ്ങനെ വാതിൽ തുറക്കുവാണ് കേട്ടോ. ചന്ദ്രയാണെങ്കിൽ കരഞ്ഞ് നിലവിളിച്ച് ഇങ്ങനെ വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്. ചന്ദ്രയുടെ കരച്ചിലും അമ്മയാടാന്നുള്ള ആ ഒരു പറച്ചിലൊക്കെ കേട്ടിട്ട് സച്ചിന് സങ്കടം വന്ന് ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചന്ദ്രയുടെ നേരെ താക്കോല് നീട്ടുവാണ്. ചന്ദ്ര എന്നിട്ട് പെട്ടെന്ന് താക്കോല് വാങ്ങിച്ചിട്ട് സ്റ്റെയർ കേസ് ഇറങ്ങി ഓടുകയാണ് സുധീറിന് ഗേറ്റ് തുറന്ന് വിടാൻ വേണ്ടിയിട്ട്. അച്ഛന് ഇതെല്ലാം മനസ്സിലായിട്ട് അച്ഛനിങ്ങനെ സഹതാപത്തോടെ നമ്മുടെ സച്ചിനെ നോക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്ര എന്നിട്ട് പെട്ടെന്ന് ഗേറ്റിൻ്റെ അടുത്ത് വന്നിട്ട് തുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. വെപ്രാളത്തിൽ താക്കോലൊക്കെ ചാടി പോകുന്നുണ്ട്. അതിനിടയിൽ സുധി എടുത്ത് കൊടുക്കുന്നുണ്ട്, ഇന്നാമേ എന്ന് പറഞ്ഞ് സുധിയുടെ കൈയും വിറക്കാലൊക്കെ വിറയ്ക്കുന്നുണ്ട്. ചന്ദ്ര എന്നിട്ട് കുറേ പരിശ്രമത്തിന് ശേഷം താഴെ തുറക്കുവാണ്. സുധീനെ കണ്ട പാടെ എന്നിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കരയുവാണ് കേട്ടോ. അങ്ങനെ ഈ എപ്പിസോഡ് തീരുവാണ്.